ഏ ഇവളിതെവിടെ പോവാ? ഒരുത്തി അവനെ ഊട്ടി ഉറങ്ങാൻ പറഞ്ഞു വിട്ടതേ ഉള്ളൂ. ഇനി ഇവളവന് എന്ത് വിളമ്പാൻ പോവാ? ശരി ശരി വെച്ചേക്ക്. എനിക്കിപ്പോ വേറെ ചില കോളുകൾ വരാനുണ്ട്. ഞാൻ ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് വിളിക്കാം. ഗുഡ് നൈറ്റ്, ബൈ. ചേടാ, ഇവളുമാരൊക്കെ എന്തിനാ എന്റെ ഉറക്കം കളയാനായിട്ട്? ഏതായാലും നോക്കിക്കളയാം. ആനന്ദ്, എനിക്കെന്തോ ആനന്ദിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നൊരു തോന്നല്. ഈ രാത്രിയിലോ? ശരി പറ, എന്താ പറയാനുള്ളത്? എനിക്കറിയാം ആനന്ദിന് എന്നോട് ഇഷ്ടമാണെന്ന്. ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാൻ ഞാൻ വന്ന നാള് മുതൽ കൊതിക്കുക. എന്റെ മനസ്സിലുള്ളതെല്ലാം എനിക്ക് തുറന്നു പറയണം. ഞാൻ എന്ത് ഇഷ്ടത്തോടെയാ ഇന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്നെന്ന് അറിയാമോ ആനന്ദിന്? ഇവളെന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു? ആനന്ദിന്റെ പെണ്ണാകുന്ന നാള് കാത്തിരിക്കാൻ ഞാൻ. പിന്നെ ആനന്ദിന് അറിയാവോ, ആനന്ദ് ഒരു മിനിറ്റ്. ഞാൻ സംസാരിക്കുമ്പോ ആനന്ദ് ഇത് മൈൻഡ് ചെയ്ത് പോവാണോ? ഒരു മാനേഴ്സ് എങ്കിലും കാണിക്കണ്ടേ? സംസാരമൊക്കെ നോക്കിയും കണ്ടും വേണം. നിനക്കെന്റെ പേര് പോലും ഉച്ചരിക്കാനുള്ള അവകാശമില്ല. നിന്റെ ശൃംഗാരവും കൊണ്ട് ഇനി എന്റെ മുന്നിലേക്ക് വന്നാ പറഞ്ഞേക്കാ ഞാൻ. അത്യാവശ്യമായിരുന്നു. ഉണ്ട ചോറിന്റെ നന്ദി കാണിച്ചു അവൻ. കല്യാണിയോ? കെട്ടിയോളം ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല വലിയുഞ്ഞെ. കല്യാണി, അത്താഴം നന്നായിരുന്നു. എന്റെ കെട്ടിയോളുടെ കൈപുണ്യവും പ്രണയവും കൂടി ചേർന്നപ്പോ ഒരു പ്രത്യേക രുചിയായിരുന്നു. ഇനി ഇതങ്ങ് പതിവാക്കിയാലോ എന്നാ ഞാൻ ചിന്തിക്കുന്നത്. ഒന്ന് പോയോ വലിയുഞ്ഞെ. ഞാൻ ജീവൻ പണയം വെച്ച
അച്ഛൻ കാണാണ്ട് അകത്തേക്ക് കയറിയത്. ആ കല്യാണി, ഇടയ്ക്കൊരു ചെറിയ പ്രശ്നമുണ്ടായി. എന്തു പറ്റി വലിയുഞ്ഞെ? ഏയ് ഒന്നുമില്ല. ആ ഗംഗയില്ലേ, അവള് വെറുതെ നമ്മൾ ആഹാരം കഴിക്കുന്നതെങ്ങാനും ആ ഗംഗ കണ്ടോ? ആ, അതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ. സംഭവം ഇതിനകം തന്നെ അമ്മയുടെ കാതിലെത്തിയനെ. സാരമില്ല. ഏതായാലും എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അമ്മ ഇന്നറിയും. വലിയുഞ്ഞെ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്താ സംഭവിച്ചെന്നൊന്ന് തെളിച്ചു പറയൂ വലിയുഞ്ഞെ. എനിക്ക് കേൾക്കുമ്പോ തന്നെ പേടിയാവാ. ഏയ് ഒന്നുമില്ല കല്യാണി. ഞാൻ മടങ്ങി വരുന്ന വഴിക്ക് ആ ഗംഗ വന്ന് എന്നോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി. ഇത്രേ ഉള്ളൂ സംഭവം. വേണ്ടായിരുന്നു വലിയുഞ്ഞെ. എടുത്തു ചാടി ആ ഗംഗയെ അടിക്കണ്ടായിരുന്നു. ഇനി എന്തൊക്കെ ഉണ്ടാവും അറിയാനും വയ്യല്ലോ. ഞാനൊരു എടുത്തുചാട്ടത്തിന് ഗംഗയെ അടിച്ചതല്ല. മാത്രമല്ല, പെണ്ണിനെ അടിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ആ പ്രിയങ്ക ഇതുപോലെ അടിക്കാതെ വിട്ടതുകൊണ്ടാ പ്രശ്നം കല്യാണ മണ്ഡപം വരെ എത്തിയത്. അടികൊണ്ട ഗംഗ ഏതായാലും മിണ്ടാതിരിക്കാൻ പോകുന്നില്ല. അവൾ ഇപ്പൊ തന്നെ അമ്മയോട് ഞാൻ അടിച്ച കാര്യം പറയും. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവും എനിക്ക് അവളോട് താല്പര്യമില്ലെന്ന്. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ അമ്മ എന്നോട് ഗംഗയെ അടിച്ചത് എന്തിനാണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ തുറന്നു പറയും അവൾ എനിക്ക് ഇഷ്ടമല്ലെന്ന്. അതോടെ അമ്മ എന്തായാലും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും. ഏതായാലും നീ വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഞാൻ ഉറങ്ങാൻ ശ്രമിക്കാം വലിയുഞ്ഞെ. പക്ഷേ എനിക്കതിന് സാധിക്കുമെന്ന് തോന്നണില്ല. നാളെ എന്ത് സംഭവിക്കുന്നുള്ള ഭയമാ തോന്നണ മനസ്സിൽ. എന്തു പറ്റി ഗംഗ? എന്തിനാ നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് ഈ രാത്രി ഇങ്ങോട്ട് വന്നത്? തൃച്ചംബരത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനിയൊരു നിമിഷം പോലും ഞാൻ തൃച്ചംബരത്ത് നിൽക്കില്ല. ഇന്ന് രാത്രി തന്നെ എല്ലാം മതിയാക്കി തിരിച്ചു വരാൻ പോവാ. നീ കാര്യം പറയുകെങ്ങേ, എന്താ അവിടെ ഉണ്ടായേ? നിന്നെ ആനന്ദിന് സംശയമായോ? അതോ ഞാനുമായുള്ള ബന്ധം അവരറിഞ്ഞോ? ഏയ് അതൊന്നും അല്ല. ആനന്ദിനും അഖിലാന്റിക്കും ഒന്നും ഒരു സംശയമില്ല ഇതുവരെ. പിന്നെ എന്തു പറ്റി? എന്തിനാ നീ ഉടനെ എല്ലാം അവസാനിപ്പിച്ച് വരുന്നെന്ന് പറഞ്ഞത്? അവൻ തന്നെ ഇൻസൾട്ട് ചെയ്തു. ആര്? അരവിന്ദോ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവൻ സൂത്രശാലിയും കൂർമ്മ ബുദ്ധിക്കാരനുമാണെന്ന്. നിന്നെ അവിടുന്ന് ഒഴിവാക്കാൻ അവൻ എന്ത് തന്ത്രവും പ്രയോഗിക്കും. അരവിന്ദ് അല്ല എന്നെ ഇൻസൾട്ട് ചെയ്തത്. പിന്നെ എന്റെ പ്രതിശ്രുത വരൻ സാക്ഷാൽ ആനന്ദ് കൃഷ്ണൻ. അറിയാലോ, ആരും എന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോലെ എനിക്കിഷ്ടമല്ലെന്ന്. അങ്ങനെയുള്ള എന്നെ ആനന്ദ് കൃഷ്ണൻ തല്ലി. വാട്ട്? ആനന്ദ് നിന്നെ തല്ലിയെന്നോ? അതെ, എന്റെ ഈ കവിളത്തെ അടിച്ചത്. അവന്റെ അടികൊള്ളാനാണോ എന്നെ തൃച്ചംബരത്തേക്ക് പറഞ്ഞയച്ചത്? നീ ഇതുവരെ കാര്യം പറഞ്ഞില്ല. അവൻ എന്തിനാ നിന്നെ അടിച്ചെന്ന് പറയ. ആനന്ദ്,
കഷ്ടം. ഇതിനാണോ നീ എല്ലാം കളഞ്ഞിട്ട് തിരിച്ചു വരാൻ പോകുന്നത്? ഗംഗെ, നീ സുഖവാസത്തിന് പോയതല്ല തൃച്ചംബരത്ത്. നിന്റെ മുന്നിൽ വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. നിന്റെ ശരീരത്തിൽ ഓടുന്നത് നാഗമെടുത്ത ചോരയാണെന്ന് നീ ഓർക്കണം. ഇപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായെന്നാ എനിക്ക് തോന്നുന്നത്. ഇനിയാണ് നീ തന്ത്രം മാറ്റി കളിക്കേണ്ടത്. തന്ത്രം മാറ്റി കളിക്കാനോ? എന്ത് തന്ത്രം? പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. എന്താടോ കെട്ടിയോളെ? വല്യുഞ്ഞേ, എന്തോ സീരിയസ് ആയ ആലോചനയാണെന്ന് തോന്നുന്നു. ഇന്നലെ ഉറങ്ങിയ ലക്ഷണം കാണുന്നില്ലല്ലോ. എന്തു പറ്റി എന്റെ ചെമ്പരത്തി കുട്ടിക്ക്? ആകെ അങ്ങ് വാടിയതുപോലെ. വല്യുഞ്ഞിന് എല്ലാം ഒരു തമാശയാ. രാത്രി ഫോൺ ചെയ്ത് ഗംഗ അടിച്ചു പറഞ്ഞില്ലേ? അതിനുശേഷം എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അതായിപ്പൊ നന്നായേ. ഗംഗ ഇങ്ങോട്ട് വന്ന അടി ചോദിച്ചു വാങ്ങിയതാ. അതിനെ നീ എന്തിനാ ഉറക്കം കളയുന്നേ? നിനക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നോ കല്യാണി? ദേ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണാ നീ. നല്ല ഉറക്കം വേണം. തമാശ കളി വല്യുഞ്ഞെ. വല്യുഞ്ഞ് അടിച്ച കാര്യം ആ ഗംഗ അഖില മേഡത്തിനോട് എന്തൊക്കെയായാലും പറയും. അഖില മേഡം ചോദിക്കുമ്പോ വല്യുഞ്ഞ് എന്ത് മറുപടി പറയുമെന്ന് ഓർത്തപ്പോ ഉറക്കം വന്നില്ല. എന്തിനാ വല്യുഞ്ഞ് ചിരിക്കണേ? എന്താ നടക്കണെന്ന് പറ. വല്യുഞ്ഞിനോട് മേഡം ചോദിച്ചില്ലേ? മേഡത്തിനോട് എന്ത് മറുപടി പറഞ്ഞത്? ശരിക്കും വഴക്ക് കേട്ടാണോ അല്ലേ? ഏയ്, ഇതുവരെ ഒന്നും സംഭവിച്ചില്ല കല്യാണി. അമ്മ എന്നെ വിളിച്ചതുമില്ല, ഒന്നും ചോദിച്ചതുമില്ല. നീ നിന്റെ ഉറക്കം കളഞ്ഞത് മാത്രം മിച്ചം. എന്തൊക്കെയാ വല്യുഞ്ഞി പറയണേ? അപ്പോ ആ ഗംഗ അഖില മേഡത്തിനോട് വല്യുഞ്ഞി അടിച്ച കാര്യമൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു കാണാൻ വഴിയില്ല. പറഞ്ഞിരുന്നെങ്കിൽ അമ്മ ഉറപ്പായിട്ട് എന്നെ വിളിച്ച് കാര്യം തിരക്കിയാന്. സാറേ, എന്താ സുജാതെ? ആനന്ദ് സാറിനെ അകത്ത് മേഡം തിരക്കുന്നു. സാറിനെ കൂട്ടിക്കൊണ്ടു വരാനാ പറഞ്ഞത്. ഞാൻ വന്നോളാം. കല്യാണി, ദാസേട്ടൻ പോയോ? ആ, പോയി ചേച്ചി. വല്യുഞ്ഞെ, മാഡം വിളിക്കുന്നത് ഗംഗ അടിച്ച കാര്യം ചോദിക്കാനായിരിക്കും. ഏതായാലും മാഡത്തിനോട് സൂക്ഷിച്ച് സംസാരിക്കണ വല്യുഞ്ഞെ. ദേ, എനിക്ക് പേടിയാവണുണ്ട്. അങ്ങോട്ട് വരാൻ പാടില്ലാത്തോണ്ട് എനിക്കൊന്നും അറിയാനും പറ്റില്ലല്ലോ. കല്യാണി, നിനക്കിപ്പോ അവിടെ നടക്കുന്ന അറിഞ്ഞാ പോരെ? വല്യുഞ്ഞ് എന്തിനാ എന്റെ ഫോണിൽ വിളിക്കുന്നത്? നീ അത് ഓണാക്ക്. ഇനി അത് കട്ട് ചെയ്യണ്ട. അവിടെ നടക്കുന്നതിനെ ലൈവായിട്ട് നിനക്ക് ഇവിടെ കേൾക്കാം. ഞാൻ പോയിട്ട് വരാം. എന്താ സംഭവമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആനന്ദിനെയാ വെയിറ്റ് ചെയ്യുന്നത്. ഇന്നലെ അവക്ക് അടി കൊടുത്ത കാര്യം വല്ലതും ആണ്.
വരൂ ആനന്ദ്. ഗംഗയുടെ കാര്യത്തിൽ നീ ഇങ്ങനെ പെരുമാറുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അമ്മയുടെ കുഴപ്പം നീ എന്റെ മനസ്സറിയുന്നത് പോലെ നിന്റെ മനസ്സ് എനിക്ക് അറിയാമെന്ന് ഞാൻ കരുതിപ്പോയി. പക്ഷെ വെറുതെയാ. നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ അമ്മയ്ക്ക് ഈ കാര്യത്തിൽ സാധിച്ചില്ലല്ലോ മോനെ. ഗംഗയുടെ കാര്യത്തിൽ നിന്റെ മനസ്സിൽ എന്താണെന്ന് എന്നോട് തുറന്നു പറയാമായിരുന്നല്ലോ നിനക്ക്. ഇന്നലെ നടന്നതെല്ലാം ഗംഗ പറഞ്ഞപ്പോഴാ നിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അമ്മേ, അത് ഞാനത് അമ്മയോടും അച്ഛനോടും എല്ലാം തുറന്നു പറയാനിരുന്നതാ. ആനന്ദ് പ്ലീസ്. ഞാൻ പറയാം. ആന്റിയോട് ഞാൻ എല്ലാം പറഞ്ഞില്ലായിരുന്നു. അത് ആന്റി, ഇന്നലെ ഞാൻ വളരെ ആഗ്രഹത്തോടെ എന്റെ കൈകൊണ്ട് തന്നെ പാചകം ചെയ്ത് ആനന്ദിന് ലഞ്ചുമായിട്ട് ഓഫീസിൽ പോയി. പക്ഷെ തിരക്ക് കാരണം ആനന്ദിന് കഴിക്കാൻ കഴിഞ്ഞില്ല. സാരമല്ല, അത്താഴെങ്കിലും എന്റെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതിയപ്പോ ആ ജയന്തി വന്ന് അതും ഇല്ലാതാക്കി. എന്റെ മനസ്സാകെ തളർന്നു പോയ ആന്റി. ഒരു നിമിഷം ജീവിതം വരെ അവസാനിപ്പിച്ചാലെന്ന് തോന്നിപ്പോയി. ആ സമയത്ത് ആനന്ദ് എന്നെ കാണാൻ വന്നു. എന്നിട്ട് സ്നേഹത്തോടെ എന്റെ വിരലിൽ ഈ ഡയമണ്ട് റിംഗ് അണിയിച്ചു തന്നിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, നമുക്കൊരു ദിവസം മുഴുവൻ പുറത്തുനിന്ന് ആഹാരം കഴിച്ച് ഒരു മിനി ട്രിപ്പ് പ്ലാൻ ചെയ്യാന്ന്. ഭയങ്കരി, നീ ചില്ലറക്കാരി അല്ലല്ലോ. ആനന്ദ് നിന്റെ വിരലിൽ ഡയമണ്ട് റിംഗ് അണിയിച്ചു പോലും. അവന്റെ വിരലിന്റെ പാട് നിന്റെ കവളത്ത് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ? നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നീ എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയാ ഇവിടെ വന്നിരിക്കുന്നേ നീ ഇപ്പൊ ഉറപ്പായി. ഇപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായെന്നാ എനിക്ക് തോന്നുന്നു. ഇനിയാണ് നീ തന്ത്രം മാറ്റി കളിക്കേണ്ടത്. തന്ത്രം മാറ്റി കളിക്കാനോ? എന്ത് തന്ത്രം? പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഗംഗയെ തോൽപ്പിക്കാൻ 1000 പേര് കാണും. തോൽക്കാതിരിക്കേണ്ടത് നമ്മളാ. തളർത്തുമ്പോഴും തഴച്ചു വളരണം. നീ തൃച്ചംബരത്ത് പോയത് വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെയാണെങ്കിൽ അത് നേടി തന്നെ മടങ്ങണം. നീ തൃച്ചംബരത്ത് പോയത് തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണനെ കല്യാണം കഴിച്ച് അവന്റെ പതിവൃതയായ ഭാര്യയായി കാലം കഴിക്കാനോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മാതൃകാ മരുമകളായി കുടുംബം നയിക്കാനോ അല്ല. അവന്റെ പുതുതലമുറയെ പെറ്റുകൂട്ടാനല്ല നീ അവിടെ പോയതെന്ന് അവരറിയും മുമ്പ് തൃച്ചംബരത്തിന്റെ അസ്ഥിവാരം ഇളകണം. തൃച്ചംബരത്തെ അന്തിമവാക്കെന്നും പെൺ ശബ്ദത്തിലാ മുഴങ്ങാറ്. അതെ, അഖിലാണ്ടേശ്വരി മൊഴിയുന്നത് തൃച്ചംബരത്തെ നിയമം. ആനന്ദിനെ നീ മറന്നേക്ക്. അവൻ എന്നും ആ അടുക്കളക്കാരിയുടെ പുറകില. അഖിലാണ്ടേശ്വരി നിന്നെ മനസ്സുകൊണ്ട് മരുമകളായി അംഗീകരിച്ചു കഴിഞ്ഞില്ലേ? അത് നീ ഊട്ടി ഉറപ്പിക്കണം. അങ്ങനെയായാൽ നമ്മൾ വിജയിച്ചു എന്നർത്ഥം. അവൻ നിന്നെ അടിച്ചുവെന്ന് നീ അഖിലാണ്ടേശ്വരിയോട് പരാതിപ്പെടുമെന്നും അപ്പോൾ അവന് നിന്നോട് വെറുപ്പാണെന്ന് അഖിലാണ്ടേശ്വരി മനസ്സിലാക്കുമെന്നും കരുതി അവനിന്ന് സ്വപ്നം കണ്ട് ഉറങ്ങട്ടെ. ഉണരുമ്പോ അവൻ നിന്നെ അഗാധമായി പ്രണയിച്ചു തുടങ്ങിയെന്ന് അഖിൽ അറിയണം. അതെങ്ങനെ? ഒരു രാത്രി കൊണ്ട് അവൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്നറിയുമ്പോ അഖിലാണ്ടേശ്വരിയുടെ മനസ്സിൽ നിന്റെ മരുമകൾ സ്ഥാനം ഊട്ടി ഉറപ്പിക്കപ്പെടും. അതിനെന്ത് ചെയ്യണമെന്ന് നീ ചിന്തിക്കും.
എന്താ ഈ മാർഗം പ്രയോഗിച്ചൂടെ? നിന്റെ ലക്ഷ്യത്തിലെത്താൻ അല്ല, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ ഇതാണ് എളുപ്പമാർഗം. അധികം വൈകണ്ട. സ്ത്രീകൾക്ക് തൃച്ചംബരത്ത് രാത്രി സഞ്ചാരം നിഷിദ്ധമാണ്. ശരി, ഞാൻ പോകുന്നു. വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.